ഹലോ, നമ്മളിന്നേ നല്ലൊരു ചിപ്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് യൂട്യൂബിൽ കണ്ടത് തന്നെയാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പരീക്ഷണം സക്സസ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. കുറേ തരം ചിപ്സൊക്കെ നമുക്കറിയാം. കായ വറുത്തത്, ചക്ക വറുത്തത്, കൊള്ളി വറുത്തത്. ഇതൊരു വെറൈറ്റിയാണ്. ചക്കക്കുരു വറുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചക്കക്കുരു എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ 4 മണിയുടെ ചായക്കടി ഇതായിരുന്നു. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷായ ചക്കക്കുരുവാണ്. അപ്പോൾ നമ്മൾ ഈ ചിപ്സ് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ ഫ്രഷായി തന്നെ എടുക്കണേ. ഇപ്പോൾ നമ്മൾ ചക്ക വെട്ടി 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ചക്കക്കുരു ഒന്ന് ചുങ്ങി ഉണങ്ങിയൊക്കെ ഒരു പരിവാവും. അപ്പോൾ നമ്മൾ അത് വറുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചക്ക മുറിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ചെയ്യണതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ വെള്ളപ്പോളയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീനാക്കി എടുക്കണം. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കുക കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇനി ഇതിൻ്റെ ഈ ബ്രൗൺ കളർ കളയുന്നില്ല. ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പ്രത്യേകതര ഷേപ്പിൽ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ കട്ട് ചെയ്യണത്. എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞ കാരണം കൊണ്ട് തന്നെ എനിക്ക് അധികം പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മാത്രമായിരുന്നു എനിക്ക് ഇത്തിരി ടാസ്ക് ആയിരുന്നത്. കൈ മുറിഞ്ഞ കാരണം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചക്കക്കുരു കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ചക്ക. അപ്പോൾ ചക്ക സീസണൊക്കെ തുടങ്ങി. അപ്പോൾ ചക്കപ്പുഴുക്ക്, ചക്കയട, ചക്ക വറുത്തതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചക്കക്കുരുവിന് വിട്ട് കളയല്ലേ. ചക്കക്കുരുവിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസൊക്കെ ഉള്ളത് കേട്ടോ. പണ്ട് ഇവിടെ അമ്മമ്മ പറയാറുണ്ട്, ഒരു ചക്കക്കുരു കുറച്ച് പാലും കൂടി ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറിയിട്ട് യുവത്വം നിൽക്കുന്നു. പണ്ടുള്ളവരിങ്ങനെ ഓരോ പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇത് നിറയെ പശയായിരിക്കും. അപ്പോൾ ആ പശപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് നല്ല പോലെ വൃത്തിയായിട്ട് 2-3 പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കാം കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ചക്കക്കുരു ചുട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇന്നാൾ യൂട്യൂബിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചക്ക വറുത്തതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതുണ്ടാക്കി നോക്കി തന്നെ അറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായി വാർത്ത് കളഞ്ഞതിന് ശേഷം വെച്ചിരിക്കുകയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ എരിവിന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം, കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഒരു 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളിയുടെ ചെറുതാണ്. അപ്പോൾ അത് നന്നായി ഒന്ന് തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ല. ഞാൻ സാധാ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നന്നായി കൈ വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നന്നായി നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ സ്ഥലത്തും അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചക്കക്കുരു കട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു മീഡിയം വലുപ്പത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. നല്ലപോലെ നൈസാക്കി കട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത്യാവശ്യം കാണാണ്ടായിക്കോട്ടെ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ വറക്കുന്ന പോലെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി എഴുതണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കണേ. അപ്പോൾ ഇത് ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെച്ചാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനി മറിച്ചിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ വറക്കുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഒന്ന് നന്നായി വറുത്ത് റോസ്റ്റായിട്ട് വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഒരു പാകം ഏകദേശം അത് കാണുമ്പോൾ അറിയാം നമുക്ക്. അപ്പോൾ നമുക്കിത് കോരിയെടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഏകദേശമൊക്കെ സെറ്റായി വന്നു. അപ്പോൾ നമ്മൾ ഇത് മാറ്റാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ കളറ് ഇത്തിരി കുറഞ്ഞ പോലെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ കളർ ആവശ്യമുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിപ്സ് റെഡിയായി. ഇനി ചൂട് കട്ടൻ ചായയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുശാലായി പരിപാടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. ചക്കക്കുരു ചുട്ട് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല. പിന്നെ ഈ ഉപ്പും എരിവും ഒക്കെ ഒരു മസാല ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചക്ക സീസണൊക്കെ തുടങ്ങി. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.